അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമദാൻ മാസത്തിലെ വളരെ പുണ്യകരവും മഹത്വരവുമായ 1000 മാസമല്ല 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദറിന്റെ രാവിനെ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ 10ലാണ് നാം ഓരോരുത്തരും ഇന്ന് എത്തി നിൽക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ 10 വന്നു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ നിസ്കരിച്ചും ഖുർആൻ പാരായണം ചെയ്തും ദിക്റുകൾ ചൊല്ലിയും പ്രാർത്ഥിച്ചും ധന്യമാക്കുമായിരുന്നു. രാത്രി സമയം മുഴുവൻ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും രാത്രി സമയം മുഴുവൻ ഉറക്കമൊഴിച്ച് ഖുർആൻ പാരായണം ചെയ്യുവാനും ദിക്റുകൾ ചൊല്ലുവാനും നിസ്കരിച്ചും സമയം ചിലവഴിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, പറ്റാതെ വരികയാണെങ്കിൽ വളരെ പുണ്യകരമായ അത്താഴ സമയം, സുബഹിക്ക് മുമ്പുള്ള അത്താഴ സമയം നാം എഴുന്നേറ്റ് ഖുർആൻ പാരായണം കൊണ്ടും നിസ്കാരം കൊണ്ടും ദിക്റുകൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും നാം ധന്യമാക്കണം. നമ്മളിൽ നിസ്കരിക്കാൻ കഴിയാത്തവർ, ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയാത്തവർ, കിടപ്പ് രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർ, ജോലിയിൽ നിന്ന് ഒരു നിമിഷം പോലും ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ജോലിയുള്ളവർ, അവർക്കെല്ലാം എല്ലാ സമയത്തും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നിസ്കരിച്ച് സമയം ധന്യമാക്കുവാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത്തരത്തിലുള്ളവർ അവരുടെ സമയമെല്ലാം ദിക്റുകൾ ചൊല്ലിയും പ്രാർത്ഥിച്ചും ധന്യമാക്കണം. അതാണ് അവർക്ക് ഏറ്റവും ഉത്തമം. റമദാൻ മാസത്തിലെ അവസാനത്തെ 10 രാത്രികൾ നാം ഇബാദത്തുകൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും ധന്യമാക്കണം എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതിന് കഴിയാതെ വരുമ്പോൾ രാത്രിയുടെ 2 അറ്റം നാം ഉപയോഗപ്പെടുത്തണം. അതായത് ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സമയവും രാത്രിയുടെ അവസാനമായ അത്താഴ സമയവും നാം എഴുന്നേറ്റ് ദാനധർമ്മങ്ങൾ ചെയ്തും സൽക്കർമ്മങ്ങൾ ചെയ്തും നിസ്കരിച്ചും ഖുർആൻ പാരായണം ചെയ്തും ദിക്റുകൾ ചൊല്ലിയും നാം ഉപയോഗപ്പെടുത്തണം. അതിനും കഴിയാതെ വരുമ്പോൾ ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സമയം നാം ഉപയോഗപ്പെടുത്തണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഇശാ നമസ്കാരവും സുബഹി നമസ്കാരവും നാം ജമാഅത്തായി നിസ്കരിക്കണം. നിസ്കരിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഖുർആൻ പാരായണം ശ്രവിച്ചും ദിക്റുകൾ ചൊല്ലിയും പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടും സൽക്കർമ്മങ്ങൾ ചെയ്തും മനഃപ്പാഠമായി പഠിച്ച ഖുർആൻ ഭാഗങ്ങൾ ഓതിയും നാം ഓരോരുത്തരും സദാ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. വളരെ പുണ്യകരമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഈ അവസാനത്തെ 10ൽ ഒരു നിമിഷം പോലും നാം വെറുതെ പാഴാക്കി കളയുവാൻ പാടില്ല. പക്ഷേ നാം എത്രത്തോളം നന്മകളും സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും ചെയ്യുന്നുവോ അത്രത്തോളം പ്രതിഫലവും പുണ്യവും നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷിക്കാം. നമ്മളിൽ നിസ്കരിക്കാൻ കഴിയാത്തവർ, രാത്രി ഉറക്കമൊഴിയാൻ കഴിയാത്തവർ, കിടപ്പ് രോഗം ബാധിച്ചവർ, അത്തരത്തിലുള്ള പല രോഗങ്ങളാൽ വലയുന്നവരുണ്ടെങ്കിൽ, എന്റെ അവസ്ഥ കാരണം എനിക്ക് ലൈലത്തുൽ ഖദർ കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ലൈലത്തുൽ ഖദറിന്റെ നന്മകളും പോരിശകളും പ്രതീക്ഷിച്ച് അറിഞ്ഞ് അതിന്റെ മഹത്വത്തിൽ വിശ്വസിച്ച് ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിൽ അവർക്കും ലൈലത്തുൽ ഖദറിന്റെ രാവിനെ, ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലത്തെ പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.